കുഞ്ഞിന് പനി വന്നാൽ പല പേരൻസിനും പേടിയാണ്. പനിയെപ്പറ്റി ഒരുപാട് മിഥ്യാധാരണകൾ നമുക്കിടയിലുണ്ട്. പനിയുടെ യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പനി ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു രോഗലക്ഷണമാണ്. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച ഒരു അണുവിനോട് നമ്മുടെ പ്രതിരോധ സംവിധാനം ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിന്റെ തെളിവാണ് പനി. അപ്പൊ നമ്മൾ ഒരിക്കലും പനിയുടെ പുറകെയല്ല പോകേണ്ടത്. പനിയുടെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന ഒരു 75 മുതൽ 80% പനികളും വൈറൽ ഫീവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ 3-4 ദിവസം ശരിയായ രീതിയിലുള്ള പരിചരണവും റെസ്റ്റും ഒക്കെ നൽകുകയാണെങ്കിൽ അത് തനിയെ മാറിക്കൊള്ളും. മൂന്നാമത്തെ കാര്യം, ആന്റിബയോട്ടിക്സ് ഒരിക്കലും പനിയുടെ മരുന്നല്ല. ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൊണ്ടുള്ള പനികളിൽ മാത്രമേ ആന്റിബയോട്ടിക്സിന് റോളുള്ളൂ. ഇനി പനിയുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യത്തത്, കുഞ്ഞിന് വേണ്ടത്ര റെസ്റ്റ് നൽകുക. രണ്ടാമത്തത്, നിർജ്ജലീകരണം തടയാനായിട്ട് കുഞ്ഞിന് ധാരാളം വെള്ളം, അത് വെറും വെള്ളമല്ല, കഞ്ഞിവെള്ളം ഉപ്പിട്ടത്, കരിക്കും വെള്ളം, ORS പോലെയുള്ള ഇലക്ട്രോലൈറ്റ് റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് നൽകുക. മൂന്നാമത്തത്, ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് കുഞ്ഞിന്റെ ശരീരം 15 മുതൽ 20 മിനിറ്റ് വരെ നല്ല രീതിയിൽ തുടച്ചു കൊടുക്കുക. നാലാമത്തത്, ആവശ്യമെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച പനിമരുന്ന് കുഞ്ഞിന് നൽകാവുന്നതാണ്. ഇനി പനിയുള്ള ഒരു കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറയുന്നത്, കുഞ്ഞിനെ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും കട്ടിയുള്ള കമ്പിളി പോലെയുള്ള പുതപ്പ് കൊണ്ട് കുഞ്ഞിനെ പൊതിയുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിൽ നിന്നും ചൂട് പുറത്തേക്ക് പോകുന്നത് കുറയുകയും ടെമ്പറേച്ചർ ഉയരുവാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ കൊണ്ട് കുഞ്ഞിന്റെ ശരീരം തുടയ്ക്കുന്നതാണ്. അത് കുഞ്ഞ് കൂടുതൽ വിറയ്ക്കുവാനും അങ്ങനെ കോർ ബോഡി ടെമ്പറേച്ചർ ഉയരുവാനും കാരണമാകും. മൂന്നാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും പനിയെ മാത്രം ശ്രദ്ധിക്കും, അതായത് തെർമോമീറ്ററിലെ നമ്പർ മാത്രം ശ്രദ്ധിക്കും. അതല്ല വേണ്ടത്. പനിയുടെ ഒപ്പം നമ്മുടെ കുഞ്ഞിനെയും കൂടെ നോക്കണം. പനി ഉണ്ടെങ്കിലും കുഞ്ഞ് ആക്റ്റീവാണ്, കളിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, പനി വിടുന്ന സമയങ്ങളിൽ അവൻ നോർമൽ ആകുന്നുണ്ടെങ്കിൽ കൂടുതൽ പേടിക്കേണ്ട. എന്നാൽ ചെറിയ പനിയേ ഉള്ളെങ്കിലും ഒരു കുഞ്ഞ് അമിതമായ മയക്കവും ക്ഷീണവും ഒക്കെ കാണിക്കുന്നെങ്കിൽ അതാണ് കൂടുതൽ പ്രശ്നമുള്ള പനി. ഇനി നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ പനി കുറയുന്നില്ല എന്ന് വിചാരിച്ച് പനി മരുന്നുകൾ ഓവർഡോസ് ചെയ്യും. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സേഫ് ആൻഡ് ഇഫക്റ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് പാരസെറ്റമോൾ ആണ്. അത് ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ നിർദ്ദിഷ്ട ഇടവേളകളിൽ മാത്രം നൽകുക. ആവശ്യമെങ്കിൽ ബ്രൂഫൻ അല്ലെങ്കിൽ മെഫ്റ്റാൽ പോലെയുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നൽകാവുന്നതാണ്. ഇനി എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണിക്കേണ്ടത് നോക്കാം. 3 മാസത്തിൽ താഴെയുള്ള ഒരു കുഞ്ഞിന് പനി വന്നാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. പനിയോടൊപ്പം കുഞ്ഞിന് ശ്വാസതടസ്സം, അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ, പിന്നെ പനിയുള്ള ഒരു കുഞ്ഞ് അമിതമായ ക്ഷീണവും മയക്കവും കാണിക്കുന്നു, തീരെ ആഹാരം കഴിക്കുന്നില്ല, മൂത്രത്തിന്റെ അളവ് കുറവ്, നിർത്താതെയുള്ള ഛർദി, കൈയും കാലും ഒക്കെ തണുത്തിരിക്കുന്നു, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും ഡോക്ടറെ കാണിക്കാം. പനി 3 ദിവസത്തെ അധികം നീണ്ടു നിന്നാലും ഡോക്ടറുടെ സഹായം തേടുക. അപ്പൊ നമ്മൾ പനിയെ ഒരിക്കലും പേടിക്കുകയല്ല വേണ്ടത്. പനിയുള്ള ഒരു കുഞ്ഞിനെ ശരിയായ രീതിയിൽ പരിചരിക്കുകയും അപകടകരമായ ലക്ഷണങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് ഡോക്ടറുടെ സഹായം തേടുകയാണ് വേണ്ടത്.